ചോദ്യം എന്ന് പറയുന്നത് ഈ ഇപ്പൊ കലോത്സവങ്ങൾ നടക്കുന്നു, പല കോമ്പറ്റീഷൻസ് നടക്കുന്നു. കലോത്സവം മാത്രമല്ല, പല മേഖലയിൽ ഇപ്പൊ കോളേജുകളിലും നാഷണൽ ലെവൽ ഡാൻസ് കോമ്പറ്റീഷൻസ് വരെ ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം കുറെയൊക്കെ അവരുടെ പ്രൈസ് കൊടുക്കുന്നതും അവരുടെ ജഡ്ജ്മെന്റ്സും കുറച്ച് ബയസ്ഡ് ആണെന്ന് ആൾക്കാർ പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കുട്ടികൾക്ക് അവർ വിചാരിച്ച ലെവലിൽ ആ ഒരു റിമാർക്സ് കിട്ടിയില്ല, അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളാണ്. ചിലവർ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്, കുറച്ച് പേര് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. അപ്പം ടീച്ചറിന് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ്? അതെങ്ങനെയാ അറിയോ, ഈ വന്നിരിക്കുന്നവർക്കേ അവരുടെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ട്. ജഡ്ജസിനെ ഞാൻ പറയുന്നത് 3 പേർക്ക് 3 അഭിപ്രായമായിരിക്കും. പക്ഷേ ഈ 3 പേരും തമ്മിൽ സംസാരിക്കാൻ പാടില്ല എന്നാണ് ഇവരുടെ നിയമം, ആരുടെ, സംഘാടകരുടെ. അപ്പോൾ ഇവർ സംസാരിക്കില്ലെങ്കിൽ പോലും ഞങ്ങളെ 3 പേരെ കൊണ്ടിരുത്തുന്ന ഒരു റൂമിലാണ് ആദ്യമേ. എന്തോ ഭയങ്കര സംഭവമായിട്ട് കൊണ്ടിരുത്തുക, ഒളിച്ചും പാത്തും ആരും കാണിക്കാണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഇരുത്തിയാൽ പോലും ഞാൻ 100% പറയുന്നത്, ഏതൊരു മത്സര സ്ഥലം നടക്കുന്ന സ്ഥലത്തും, ഞാൻ കേരളത്തിലെ കാര്യം പറയണം കേട്ടോ, നാഷണൽ ഇൻ്റർനാഷണൽ കാര്യമൊന്നുമല്ല പറയുന്നത്, ആ പ്രോഗ്രാം നടത്തുന്നിടത്ത് ഒരു കമ്മിറ്റി ഉണ്ടാവും, സംഘാടകരുടെ ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ കൺവീനറുണ്ട്. കൺവീനർക്കാണ് എന്ത് ജോലി? ജഡ്ജസിനെ വിളിക്കുന്ന ജോലി. പുള്ളി മാത്രമേ വിളിക്കുള്ളൂ. അതും അധിക പക്ഷം ആണുങ്ങളായിരിക്കും, പെണ്ണുങ്ങളല്ല. സ്കൂളുകളിലും കോളേജുകളിലെയൊക്കെ, കോളേജിൻ്റെ വിശേഷമൊക്കെ പറയാതിരിക്കുക ഭേദം. അത് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന +2 കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിക്ക് ചേർന്നിട്ടുള്ള പയ്യന്മാരുള്ള കോളേജുകൾ വിചാരിക്കുക. ഇഷ്ടംപോലെ കോളേജ് നവ്യക്ക് അറിയാമല്ലോ. അവിടെയൊക്കെ ഏത് പാർട്ടിയാണ് ഭരിക്കണമെന്ന് വെച്ചാൽ ആ പാർട്ടിയുടെ ആൾക്കാരാണ് ആ മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആ മത്സരങ്ങളും ആ സമ്മാനങ്ങളും ആ വഴിക്ക് പോകും. ആ വശയ്ക്ക് ഞാൻ കടക്കുന്നില്ല. ആ വശയ്ക്ക് കടന്നാൽ എനിക്ക് ഒരുപാട് പറയാനുണ്ടാവും. ഞാൻ അനുഭവിച്ചിട്ട് കൂടിയുള്ളതാണ്. മറ്റു സ്കൂൾ തലമാണ് ഞാൻ പറയണത്. അപ്പോൾ ഈ കൺവീനർക്ക് ജഡ്ജസ് ആരാന്നറിയാം. കൺവീനർ എന്ത് ചെയ്യും? ഇതൊക്കെ നടക്കണ സംഭവമാണ്. പിന്നെ ഈ ജഡ്ജസ് ആരാണെന്ന് കറക്റ്റ് അറിയാവുന്നത് കൊണ്ട് ഈ ഡാൻസ് മാഷുമാരും ടീച്ചർമാരും, അത് കൂടുതലും ടീച്ചർമാരല്ല, ഞാൻ പറയില്ല, മാഷുമാരാണ്, പയ്യന്മാരാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. ഇവർ ഈ കൺവീനറെ ചാക്കിട്ട് പിടിക്കും. മനസ്സിലായി? പിടിച്ച് കഴിയുമ്പോൾ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരുണ്ടാ? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? പഞ്ചാരയിൽ കൈയിട്ട കയ്യിലും ആയി, എല്ലായിടും ആയി എന്ന് പറഞ്ഞ് ഒന്ന് കഴുകണതിന് മുമ്പ് ഒന്ന് നക്കും. ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ കൺവീനർ കാശ് കിട്ടിയാൽ കയ്ക്കുമോ പുള്ളിക്ക്? കാശ് നല്ല ഭീമമായിട്ട് ലക്ഷങ്ങളാണ് നവ്യ കൊടുക്കണത്. ട്രിവാൻഡ്രത്ത് ഒരു ഡാൻസ് ടീച്ചറിൻ്റെ അടുത്ത് നവ്യയ്ക്ക് പരിചയമുള്ള ആർക്ക് വേണോ കലാതിലകം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. യൂണിവേഴ്സിറ്റി തലത്തിൽ കലാതിലകം, അത് കൂടുതൽ ഞാൻ യൂണിവേഴ്സിറ്റി തലേ പറയുള്ളൂ. കലാതിലകം വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ആ ടീച്ചറിനെ പരിചയപ്പെടുത്തല്ല, അവരുടെ നമ്പർ ഞാൻ തരാം, ചെന്നാൽ മതി, ഉറപ്പാണ് കലാതിലകം. പക്ഷേ ഒരു സമയത്ത് 5 ലക്ഷമായിരുന്നു, ഇപ്പം അത് ചിലപ്പോൾ മിനിമം 10 ആക്കി കാണും. അപ്പോൾ ഇത് കൊടുക്കാൻ തയ്യാറുള്ള പാരൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫീൽഡ് ഈ ചന്നഭിന്നാക്കുന്നത് കുറേ പാരൻസാണ്, കാശുള്ളവർ. പശുവിനെ വിറ്റിട്ട് കളിക്കാൻ വരണവരുണ്ട്. ഞാൻ ഒരു കുട്ടി, ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മോട് ഞാൻ ചോദിച്ചതാ, നിങ്ങളെന്തിനാ മത്സരത്തിന് പോകണമെന്ന് ചോദിച്ചു. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാ? അങ്ങനെ ഞാൻ ഈ സമ്മാനം മേടിക്കാനായിട്ട് പൈസ കൊടുക്കണ കാര്യമല്ല, അത്യാവശ്യം ഓർക്കസ്ട്ര വെച്ച് കളിക്കണ കാലത്ത്, ഇപ്പോഴല്ല, ഇപ്പോൾ CD ആയില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഓർക്കസ്ട്രയ്ക്കൊക്കെ പൈസ കൊടുക്കണം, നിങ്ങൾ കളിക്കേണ്ട, വല്ല അമ്പലത്തിലൊക്കെ പോയി കളി, പുണ്യെങ്കിലും കിട്ടും. എന്തിനാ? അല്ല ടീച്ചർ, ഞാൻ പശുവിനെ വിറ്റെന്നു, എന്നിട്ട് കളിക്കാൻ പോവാ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ പശുവിനെ വിറ്റാലും കാളെ വിറ്റാലും എത്ര കാശ് കിട്ടും? ആ ഒരു കാശ് മേടിക്കുന്ന കാലത്താണ് കളി. ഇന്നതല്ല, ഇന്ന് ആനയെ വിറ്റാൽ പോലും തികയില്ല കാശ്. ആനയെ വിറ്റാൽ എത്ര, മിനിമം കുറച്ച് ലക്ഷമെങ്കിലും കിട്ടുമല്ലോ. മിനിമം അതെങ്കിലും കൊണ്ടുപോയി മത്സരത്തിന് പോകാൻ പറ്റും. അപ്പോൾ ഈ കൺവീനർ കാശ് മേടിക്കും. കാശ് മേടിച്ചിട്ട് അപ്പോൾ ഡാൻസ് ഈ ഡാൻസ് പഠിക്കുന്ന കുട്ടിയുടെ മാഷില്ലേ, ഈ മാഷ്ക്ക് കൺവീനറിന് വരുന്ന 3 ജഡ്ജസിന്
ഈ മേടിക്കുന്ന 10-20,000 30,000 എന്നല്ല, ലക്ഷങ്ങളാ. ഇപ്പോൾ അതാ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 3-4 കൊല്ലം മുമ്പ് അത് കുറച്ച് 3-4-5 വർഷമായി ഒരു 5 പേര് ജയിലിൽ കിടന്നില്ലേ, ഡാൻസ് മാഷന്മാർ. 5 പേര് ജയിലിൽ കിടന്നു, കാശ് മേടിച്ചിട്ട് പിടിച്ചു. കഴിഞ്ഞ യൂണിവേഴ്സിറ്റിക്ക് സെനറ്റ് ഉള്ളിൽ നടന്നിരുന്ന അവിടെയും പിടിച്ചില്ലേ. അതിൽ പാവപ്പെട്ട ഒരു കലാകാരൻ ആത്മഹത്യയും ചെയ്തു പിടിച്ചതിന് ശേഷം.